പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. പോസിറ്റീവ് എപ്പോഴായാലും നമ്മൾ പോസിറ്റീവിലൂടെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും നിലനിൽക്കില്ല. മനസ്സിലായില്ലേ? കുറച്ച് വൈകിയാണെങ്കിലും അങ്ങനെ കിട്ടുന്ന ഇമേജ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതാണ് കുട്ടി മനസ്സിലാക്കേണ്ടത്. രേണുസുധിയുടെ ഫാൻ ആയിക്കോട്ടെ, പുള്ളിക്കാരത്തി രേണുസുധിയുടെ നല്ല ഫാനാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യം. ഓരോരുത്തർക്കും ഓരോ വ്യക്തികളെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനെയൊന്നും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ആർക്കും ഇല്ല. ഈ പറയുന്ന എനിക്ക് രേണുസുധിയോട് ഒരു വിരോധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയോട് ആണ് നമുക്ക് അറപ്പും വെറുപ്പും ഉള്ളത്. അത് മാത്രമല്ല, നമ്മുടെ രേണുസുധി സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് കാണിക്കുന്ന ആ ഒരു വൃത്തികേടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് നന്നായിട്ട് വിമർശിക്കുന്ന ആൾ തന്നെയാണ്. അത്തരത്തിലൊരു ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എന്റെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകളുടെ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു മറുപടി നിങ്ങൾക്ക് തരാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറി നോക്കുക. ഇപ്പോൾ കൂടുതൽ ആളുകൾ നമ്മൾ രേണുസുധിയെ പറ്റിയിട്ട് എന്താണ് മിണ്ടുന്നത് എന്നാണ് ഇങ്ങനെ നോക്കി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മറ്റു വീഡിയോകളൊന്നും കയറി കാണത്തില്ല. എന്നിട്ടാണ് നമ്മളെ ഇതുപോലെ കുറ്റം പറയുന്നത്.